അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് സുന്നി ക്ലാസ്. ഇന്നത്തെ നാല് വിഷയ അള്ളാഹുടെ അമ്പിയാക്കന്മാരിൽ നിന്ന്, നബിമാരിൽ നിന്ന് ഒന്നാമത്തെ നബി, മനുഷ്യരിൽ നിന്ന് ഒന്നാമത്തെ മനുഷ്യൻ, അതായത് ആദം നബി അലൈഹിസ്സലാം. മനുഷ്യപിതാവ് എന്ന് ചൊല്ല് എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു തആല സൃഷ്ടിച്ചത് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചുകൊണ്ടായിട്ടിക്കട്. ആദം നബി അലൈഹിസ്സലാം നബിയായിട്ടിക്കട്, റസൂലായിട്ടിക്കട്, മനുഷ്യ പിതാവായിട്ടിക്കട്. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല മണ്ണ് കൊണ്ടായിട്ടിക്കട് സൃഷ്ടിച്ചത്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല 25 നബിമാരെ പേര് ചൊന്നത്. അതിൽപ്പെട്ട ഒരു നബിയായിട്ടിക്കട് ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര പല ഭാഗത്തിലായിട്ടും അള്ളാഹു തആല ചൊന്നത്. സൂറത്തുൽ ബഖറയിൽ തന്നെ 30 പിടിച്ചിട്ട് 39 ആയത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിച്ച വിഷയം അള്ളാഹു തആല അതിൽ ചൊല്ലാം. അപ്പൊ ഞങ്ങളെല്ലാവരും ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഞങ്ങൾ കേട്ടങ്ങായിട്ടിക്കട്, പഠിച്ചങ്ങായിട്ടിക്കട്. 25 നബിമാരെ കുറിച്ച് ഞങ്ങൾ അറിയണം. അത് ഞങ്ങൾക്ക് പഠിക്കൽ നിർബന്ധമായ ഒരു വിഷയമായിട്ടിക്കട്. ഖുർആനിൽ അങ്ങനെ അള്ളാഹു തആല അങ്ങനെ ഹിസ്റ്ററി അള്ളാഹു തആല ചൊല്ല. അതിൽ ഇന്ത്യ ഇപ്പൊ ഒന്നാമത്തെ നോമ്പായ ഉണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ചായിട്ടിക്കട് ഇന്ത്യ വിവരിക്കല്. ആദം നബി അലൈഹിസ്സലാം അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സൃഷ്ടിച്ചതിനെ കുറിച്ച് അൽ ബഖറ സൂറത്തിൽ അല്ലാഹു തആല ചൊല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അല്ലാഹു തആല മലക്കുലട്ട് ചൊന്ന, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ ആക്കുകയായി പോണ്ട. ഒരു ഖലീഫ പ്രതിനിധിയും ചൊന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുണ്ടോ, ഞങ്ങൾ ആക്കനായ സ്വറത്തെ പിന്നറാലിട്ടുക ആക്കോബേനായി ചൊല്ലതുക്ക്, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്റെ ആക്കട ആൾക്കായിട്ട് ഖലീഫ ചൊല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് മക്കയും മദീനവും അതുപോലത്തെ ഏരിയകളൊക്കെ നബിയുടെ നിയന്ത്രണത്തിൽ നബി ആടലിത്തം നടത്തിയതുപോലെ അളവ് അപ്പുറം ഇപ്പുറം ആവാണ്ട് ആടലിത്തം നടത്തിയ ആളുമാർക്ക് ഖലീഫമാർ ചൊല്ല്. അത് ഞങ്ങൾ 4 ആൾമാരെ മാത്രമായിട്ട് ചൊല്ല്. സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഖലീഫ ചെന്നിട്ടാകുമ്പോൾ ആ ഒരു പദത്തെ ഞാൻ വിവരിച്ച മാത്രം. ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയെ ആക്കുകയായി ഞാൻ ഉദ്ദേശിക്കലുണ്ട്. ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമു. അപ്പൊ അള്ളാഹു തആല ചെന്ന് മലക്കുകൾ അള്ളാഹുടെ ചൊല്ലേ, പടച്ചവനെ ആ ഭൂമിയിൽ നിന്ന് എന്താക്കടെ, ഭൂമിയിൽ ഫസാദാക്കറെ, പരസ്പരം കൊല്ലുടെ, ചോര ഒലുകുവാട്ട ആളുമാരെ നീന് സൃഷ്ടിക്കടമാ. നങ്ങനിക്ക് തസ്ബീഹ് ചൊല്ലല്ലേ, നങ്ങെന്താക്കറ നിക്ക് തസ്ബീഹ് ചൊല്ലാം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി, തസ്ബീഹ് ഹംദോട് കൂടെ നിക്ക് തസ്ബീഹ് ചൊല്ല. അപ്പൊ ഞങ്ങൾ ഇബാദത്ത് എടുക്കട, നീ ഭൂമിയിൽ നിന്ന് ഫിത്നയും ഫസാദുമാക്കട ആളുമാരെ നീ സൃഷ്ടിക്കടമാ. അപ്പൊ അല്ലാഹു തആല ചെന്ന ഖാല ഇന്നി അഅലമു മാ ലാ തഅലമു, നിങ്ങൾക്ക് ഗൊന്തില്ലാത്തത് നക്ക് ഗൊന്തുണ്ടു. അപ്പൊ അല്ലാഹു തആല സൃഷ്ടിക്കടാൻ ചെന്നിട്ടാകുമ്പോ മലക്കായിക്ക് എതിര് ചൊന്നല്ല, മലക്ക് എതിര് ചൊല്ലല്ല. അങ്ങതിനെ സംബന്ധിച്ച അറിവ് പിന്നെയും കൂടുതൽ അറിയുകയാനായിട്ടായിട്ട് ആ പലക്ക ചൊല്ല്. എന്നല്ലാണ്ട് മലക്കല് ധിക്കരിച്ചതൊന്നുമല്ല. അങ്ങനെട്ട് ചെന്നിട്ടാകുമ്പോ അങ്ങതിനെ നിഷേധിക്കുക അങ്ങനൊന്നും അല്ല ചെയ്തത്. അപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുകയാനായിട്ട് ആ ഒരു രീതിയിലുള്ള ചോദ്യം. അല്ലാഹു തആല ഭൂമിയിലട്ട് ചെന്ന മണ്ണിൽ നിന്നല്ലേ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. അപ്പൊ ഭൂമിയിലെട്ടി അല്ലാഹു തആല ചെന്ന നിന്നിൽ നിന്നും ഞാൻ എന്താക്കടെ, മനുഷ്യവർഗത്തെ ഞാൻ സൃഷ്ടിക്കടെ. അതിൽ ഒരു വിഭാഗം സ്വർഗത്തും ഒരു വിഭാഗം നരകത്തും. അപ്പൊ ഭൂമി ചെന്ന് പടച്ചവനെ നണ്ടിൽ നിന്ന് സൃഷ്ടിച്ച ഒരു വിഭാഗം നരകത്തുക്ക് വേണ്ടേമ്മ ചെന്നിട്ട് ഭൂമി ഉൾപ്പെട്ടിട്ട് അതായിട്ട് നദികളായിട്ട് പൊലകളായിട്ട് ഭൂമിയിൽ ഒലുകിയോണ്ടുള്ളത്. അപ്പോൾ ഭൂമിയിലെ കണ്ണുനീറത്. അപ്പോൾ
ഭൂമി വരെ അതിൽ നിന്ന് പേടിച്ചെത്തി എന്നുള്ളത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തിട്ടായിട്ടിക്കട് എന്താക്കിയിട്ട് ആദം നബി അലൈഹി സ്വലാമുടെ അള്ളാഹു സൃഷ്ടിച്ചു. നമുക്ക് എല്ലാവർക്കും കൊണ്ടിട്ട് ആ ചരിത്രം കേട്ടങ്ങാറ്റി. ആദം നബി അലൈഹി സ്വലാമുടെ സൃഷ്ടിക്കിടേക്ക് മുന്നലും മലക്കലിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാമുടെ ആയിട്ടിക്കടെ അള്ളാഹു താല കടത്തിയത്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം ഭൂമിയിലെ മണ്ണെടുത്തറവുന്നത്. അപ്പൊ ഭൂമി ജന്തു ನಾನು ಅಲ್ಲಾಹುಡೆ ಕೊಂಡು ಕಾವಲು ಕೇಕಡೆ ನೀನು ನಂಡಿ ಪಿಡಿಕೆ ತೊಟ್ಟು ನಂದಿಲ್ നിന്ന് എടുക്കോത്തീറ അമലക്കത്തി പിറവ് വയ്ത്ത്. മീകായിൽ അലൈഹിസ്സലാം വന്ന് അതും അങ്ങനെ ആയിത്ത്. പിന്നെ മലക്കുൽ മൗത്തായിട്ടിക്കട് റൂഹ് പിടിക്കട മലക്കായിട്ടിക്കട് പിന്നെ വന്നത്. അത് ഭൂമിയുടെ പല ഭാഗത്തിൽ നിന്നും മണ്ണെടുത്തിട്ടായിട്ടിക്കട് കൊണ്ടുപോയത്. അപ്പൊ അതിൽ കറുപ്പുണ്ട്, ചുവപ്പുണ്ട്, വെളുപ്പുണ്ട്, പല തരത്തിലുള്ള മണ്ണുണ്ട്. ഗട്ടിയുള്ള മണ്ണുണ്ട്, മെത്തനയുള്ള മണ്ണുണ്ട്, പല നംത്തുള്ള മണ്ണായിട്ടിക്കട. അപ്പൊ ഈ ഭൂമിയിൽ ഇണ്ടിക്കാണ്ട് മനുഷ്യന്മാരൊക്കെ അങ്ങനെയാ, പല നംത്തിലുള്ള ആളുമാറായിട്ടിക്കട, പല സ്വഭാവത്തെ ആളുമാറായിട്ടിക്കട, പല രീതി അല്ലെ. അപ്പൊ ഭൂമിയുടെ മണ്ണ് അങ്ങനെ മെത്തന, ഗട്ടി, പല പൗറിന്റെ മണ്ണ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ മനുഷ്യന്മാരൊക്കെ ആ രീതിയിൽ തന്നെ ഉണ്ടായത് എന്ന് ഹദീസിൽ നിന്ന് വന്നതായിട്ട് കാണാം. അപ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ഈ ഭൂമിയിൽ നിന്ന് എടുത്ത ഈ മണ്ണ് അല്ലെ, അപ്പോ അതിൽ നിന്നായിട്ട് ആദം നബി അലൈഹിസ്സലാമുടെ അള്ളാഹു താല സൃഷ്ടിച്ചത്. അതിൽ നിന്നും അതിനെ കൊലച്ചിട്ട് അതിനെ ചണ്ടിമണ്ണാക്കി അതിൽ നിന്നായിട്ട് ആദം നബി അലൈഹിസ്സലാമുടെ അള്ളാഹു താല സൃഷ്ടിച്ചത്. അപ്പൊ ആദം നബി അലൈഹിസ്സലാമുടെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ട് അതിനെ പടച്ച അങ്ങനെ അള്ളാഹു താല വെച്ചിട്ടിന്ന ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പണ്ട് വിവരിക്കാം. ഈ ആയത്തൊന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ആദം നബി അലൈഹി സ്വലാമുടെ സൃഷ്ടിച്ചത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ആദം നബി അലൈഹി സ്വലാമുടെ അള്ളാഹു റൂഹുദി. അപ്പൊ റൂഹുദിട്ടാകുമ്പോ തലക്ക് റൂഹ് എത്തിട്ടാകുമ്പോ ആദം നബി അലൈഹി സ്വലാം തുമ്പിളി വന്ന് തുമ്പിളിച്ചിട്ടാകുമ്പോ അൽഹംദുലില്ലാഹ് മലക്കുങ്ങ യർഹംകല്ലാഹ് ചൊന്നാറ്. പിന്നെ റൂഹ് ഇങ്ങനെ കണ്ണ് കത്തിട്ടാകുമ്പോൾ ആദം നബി അലൈഹി സ്വലാം എന്താക്കിണ്ട് നിഅമത്തുകളൊക്കെ കണ്ടുണ്ട്. അപ്പൊ സഡനെ എണീച്ചിനിട്ട് നോക്കിയിട്ട് എനിക്കുബേനായി നോക്കിയിട്ട്, കാരണം റൂഹ് ഇടീക്കെത്തിയിട്ടില്ല. അപ്പൊ തന്നെ അതാ ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, മനുഷ്യത്തിൽ അർജന്റ് ഉണ്ട് ചെന്നിട്ട് ഖുർആനിൽ ചെന്നതായിട്ട് കാണാം. അത് അതിനെ സംബന്ധിച്ചൊക്കെ കാണാം. അപ്പൊ ആദം നബി അലൈഹി സ്വലാം അങ്ങനെ എന്താക്കിത്ത് റൂഹുദിത്ത് ആദം നബി അലൈഹി സ്വലാം മണ്ണ് അല്ലെ, ആ മണ്ണിൽ നിന്നും മനുഷ്യരെ റൂപ്പാക്കി അത് കുറെ ടൈം അങ്ങനെ വെച്ചിട്ട് അപ്പൊ മലക്കുങ്ങൾ അതിനെ നോക്കിക്കൊണ്ടുള്ളത് കൂട്ടത്തിൽ ഇബിലീസും നോക്കിക്കൊണ്ടുള്ള മലക്കുകൾ ഇതിനെ കണ്ടിട്ടാവും പേടിച്ചത്. ഇബിലീസ് എന്താക്കിയാ അതിലെ ബായിലൂടെ കൂടെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതല്ലേ, ബായിലൂടെ കൂടെ നൂണ്ടിട്ടും അപ്പുറത്തോട് കൂടെ പുറത്തേക്ക് വന്നിട്ട് ഇതെന്തും ഇല്ല, ഇത് കാലം പേടിക്കൊണ്ടിട്ട് എന്തും ഇല്ല. മലക്ക് അത് ഇതങ്ങനെ പുതിയ ഒന്ന് കാണ്ടല്ലേ. അപ്പൊ അങ്ങ് പേടിച്ചറിയുന്നുള്ളതാ. അപ്പൊ ഇബിലീസും പേടിച്ചു നിന്നാ ഒന്നൊന്ന് സൊണ്ടിട്ട് മുട്ട പോകുമ്പത്ത് അതിലെ പോകുമ്പത്ത് അല്ല ഒന്ന് തൊട്ട് നോക്കടെ സൊണ്ടി നോക്കടെ എന്നുള്ള സ്വരം തമ്മിൽ ആദം നബി അലൈഹി സ്വലാം അള്ളാഹു റൂഹൂദിട്ടാകുമ്പോ ഇനിച്ചിട്ട് നടക്കടെ പളക്കപ്പുറയുടെ മനുഷ്യത്ത് ആദം നബി അലൈഹി സ്വലാമുക്ക് എല്ലാം അള്ളാഹു പഠിപ്പാട്ടി കൊടുത്ത. അള്ളാഹു പഠിപ്പാട്ടി കൊടുത്താന്ന് ചെന്നെങ്കിൽ ആ സോഫ്റ്റ്വെയർ ആകുമ്പോൾ ഇട്ട് കൊടുക്കരുത് എന്നല്ലാണ്ട് ഞങ്ങൾ ഇപ്പൊ ദൈപ്പാട്ടിട്ട് പഠിപ്പാട്ടി കൊടുത്തിട്ട് മനുഷ്യരെ പോലെ ഒരിക്കലും അള്ളാഹുവിനെ മനസ്സിലാക്കുക തീരെ. ആദം നബി അലൈഹി സ്വലാമുക്ക് എല്ലാം അള്ളാഹു പഠിപ്പാട്ടി കൊടുത്താൻ ചെന്നെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ അറിവും എല്ലാ ഭാഷയും എല്ലാ ഇതും അള്ളാഹു എല്ലാത്ത പേരും എല്ലാം ആദം നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു പഠിപ്പാട്ടി കൊടുത്തു. അതായിട്ട് മനുഷ്യരിൽ പടർന്ന് നിൽക്കുന്ന ഭാഷയാവട്ടെ എഴുത്താവട്ടെ ഓരോന്നരെ പേരാവട്ടെ ഒക്കെ ആദം നബി അലൈഹി സ്വലാമിൽ നിന്ന് അള്ളാഹു താല കിട്ടിയതായിട്ടിരിക്കണം. അള്ളാഹു താല അതിലൂടെ കൂടെ കടത്തിയതായിട്ടിരിക്കണം. അപ്പൊ എല്ലാ ഭാഷയും എല്ലാം ആദം നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു പഠിപ്പാട്ടി കൊടുത്ത. ചില വസ്തുക്കൾക്കുള്ള പേര് അള്ളാഹു പഠിപ്പാട്ടി കൊടുത്ത. മലക്കുലെ ടിക്കറ്റ് ഇതെന്തിന് മലക്കുഞ്ഞ് ഞങ്ങൾക്ക് അതെന്തും കൊന്നില്ല. കാരണം മലക്കുങ്ങ ചോറാക്കില്ല, മലക്കുങ്ങ കറിയാക്കില്ല, മലക്കുങ്ങ അതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനത്തെ സംബന്ധിച്ച് അങ്ങക്കുള്ള അറിവ് അങ്ങക്ക് ആവശ്യമില്ല. ഇത് പിഞ്ഞാനാട്ടും ഇത് കയ്യിലുണ്ടും ഇത് കൊട്ടുണ്ടും ഇത് പിക്കാസ് ഉണ്ടെന്നും മലക്കുകൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എന്തേനെ മലക്കുങ്ങ അത് പിടിച്ചിട്ട് സറാക്കിടങ്ങ് എന്തുമല്ല അല്ലെ, മലക്കുങ്ങ ചോറ് കറിയാക്കിടങ്ങല്ല, അങ്ങ് പറഞ്ഞില്ല. മലക്കില് മനുഷ്യന്മാരെ പോലെയല്ല. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിക്ക് എല്ലാം പഠിപ്പാട്ടി കൊടുത്ത് ആദം നബി അലൈഹി സ്വലാമിടെ അള്ളാഹു സൃഷ്ടിച്ച് എല്ലാം പഠിപ്പാട്ടി കൊടുത്ത് മലക്കോലട്ടേക്ക് ഇതിലെ പേരൊന്നും അങ്ങ് കൊത്തില്ല. അപ്പൊ ആദം നബി അലൈഹി സ്വലാം അങ്ങ് ചൊന്നു കൊടുത്തു. ആദം നബി അലൈഹി സ്വലാമിടെ അള്ളാഹു ആദരിക്കോ ചൊന്ന്, ആദം നബി അലൈഹി സ്വലാമുക്ക് സുജൂദാക്കോ ചൊന്ന്, എല്ലാ മലക്കോലട്ടിയും സുജൂദാക്കോ ചൊന്ന്.
قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അള്ളാഹു താല ചൊന്ന നിങ്ങൾക്ക് കൊന്തില്ലാത്ത പലതും നക്ക് കൊന്തുള്ള മലക്കൊലട്ടീൻ അള്ളാഹു താല ചൊന്നതല്ലേ ഫസ്റ്റിക്ക്. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിയുടെ സൃഷ്ടിച്ചതിൽ പല രഹസ്യങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്. അതെല്ലാം നക്കു കൊന്തുണ്ട്. ആകാശ ഭൂമിയിൽ മറഞ്ഞു നിൽക്കുന്നതെല്ലാം നക്കു കൊന്തുണ്ട്. നിങ്ങൾ കൽബുലൊക്കെ മറച്ചു വെക്കുന്നതും പറിച്ചോട്ട് എല്ലാം നക്കു കൊന്താവുള്ളൂ. അപ്പൊ ആദം നബി അലൈഹി സ്വലാം അള്ളാഹു ഇൽമു കൊടുത്ത ആ ഇൽമു കൊടുത്ത ആദം നബി അലൈഹി സ്വലാം മലക്കുകൾക്ക് ചൊന്നു കൊടുത്തിട്ടാകുമ്പോ ആദം നബി അലൈഹി സ്വലാമിയുടെ അള്ളാഹു ബഹുമാനിക്കോ ചെന്ന്. എങ്ങനെ? وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. മലക്കുകളൊട്ടി ചെന്ന ആദം നബി അലൈഹി സ്വലാമിയുടെ ബഹുമാനിക്കണം, ആദം നബിക്ക് സുജൂദാക്കണം. സുജൂദാക്കണം ചെന്നിട്ടാകുമ്പോ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനിച്ചതായിട്ട് കാണാം. ഞങ്ങൾ ഇപ്പൊ ഒരു മനുഷ്യരെ കാണുമ്പോ അസ്സലാമു അലൈക്കും അല്ലേ ചൊല്ലേ. അതേ സമയത്ത് പല കാലങ്ങളിലൊക്കെ ഇങ്ങനെ തലബഗ്വാട്ടൽ മുതുബഗ്വാട്ടൽ ആ കാലത്ത് തഹിയ്യത്ത് ഒരാളെ കാണുമ്പോ അങ്ങനെ ആയിട്ടിരിക്കുന്നേ. അപ്പൊ ആ ഒരു സുജൂദ് അതാണ് ഉദ്ദേശിച്ചത്. അതല്ല ആദം നബി അലൈഹി ഇസ്ലാമിയുടെ കിബിലയായി അള്ളാഹുക്ക് സുജൂദ് ഇട്ടേ. ഞങ്ങൾ ഇപ്പൊ കഅബത്തെ കിബിലയാക്കിയിട്ട് അള്ളാഹുക്ക് സുജൂദില്ല. അതുപോലെ ഏതാട്ട് ആദം നബി അലൈഹി സ്വലാമുക്ക് സുജൂദാക്കുക അള്ളാഹു താല ചൊന്ന. അപ്പൊ ആദം നബി അലൈഹി സ്വലാമുക്ക് മലക്കുകൾ എല്ലാവരും സുജൂദാക്കിയത്. പക്ഷെ കൂട്ടത്തിൽ നിന്ന് ഇബ്ലീസ് മാത്രം സുജൂദാക്കിയില്ല. അവൻ അഹങ്കരിച്ച കിബിറ് കാട്ടിയ അവൻ കാഫിരീങ്ങളിൽ പൊട്ടുപോയ. അപ്പൊ മലക്കുകളുടെ കൂട്ടത്തിൽ ഓൻ എന്തുകൊണ്ട് പെട്ടാൻ കേട്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ആദം നബി അലൈഹി സ്വലാമിയുടെ ഈ ഭൂമിയിൽ കടത്തുകയായിട്ട് ഇവിടെ അള്ളാഹു സൃഷ്ടിക്കല്. അപ്പൊ ഈ സൃഷ്ടിക്കിടേക്ക് മനുഷ്യരെ സൃഷ്ടിക്കിടേക്ക് മുന്നിൽ ഈ ഭൂമിയിൽ അള്ളാഹു ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചിട്ടെന്ന്. ഈ ജിന്ന് വർഗത്തെ സൃഷ്ടിച്ച് ഇങ്ങ് വെറും ഫസാദും ഫിത്നയിലാക്കിയിട്ടാകുമ്പോ ആ മലക്കലെ അള്ളാഹു താല മലക്കലിറക്കി അങ്ങനെ ഓടുപാട്ടി കൊറേ എന്നതും കൊന്നിട്ട് എന്തെല്ലാം അത് കൊറിയ ഒലിഞ്ഞിത്ത് കൊറിയല്ല ദീവിലും അവിടെ ഇവിടെ ഗുഡ കാടിലെല്ലാം പോയി തെച്ചിട്ട്. അപ്പം മലക്കുകൾക്ക് ചൊന്നില്ലേ പടച്ചവനെ എന്തൊക്കെ ഭൂമിയിൽ ഫിത്നയും ഫസാദാക്കട ഒരു ടീമുടെ നീ സൃഷ്ടിക്കുന്നതിന് മലക്ക ഫസ്റ്റ് കേട്ടല്ലേ. അത് കേൾക്കുള്ള കാരണ ഈ ഭൂമിയിൽ ഞങ്ങളെക്കാൾ മുന്നുള്ള അള്ളാഹു താല സൃഷ്ടിച്ചു വിട്ടത് ജിന്ന് വർഗത്തായിട്ടില്ല. അങ്ങനെ ഫിത്നയും ഫസാദുമായി നടന്നിട്ടാകുമ്പോ അള്ളാഹു മലക്കല ഇറക്കിയിട്ട് അങ്ങനെ അള്ളാഹു താല നശിപ്പിച്ച അതിൽ കൊറിയ ഒഴിഞ്ഞിട്ട്. അപ്പൊ അതിൽപ്പെട്ട എന്താ ഇത് ചിലതൊക്കെ ഗുഡക്കാടുകളിലേക്ക് ഒഴിഞ്ഞത്. ആ കൂട്ടത്തിൽ പെട്ടവനായിട്ട് ഇബ്ലീസും. പക്ഷെ ഓൻ ചെറിയ കിടാവായത് കൊണ്ട് ചോരക്കുഞ്ഞായിട്ട് അതോടെ ബൂണ്ടി കിടക്കുന്നത് കണ്ടിട്ടാകുമ്പോ അതിൽ കൊന്നില്ലാൻ മാത്രം അതിലെ മലക്കുകൾ എടുത്തുകൊണ്ട് ആകാശത്താക്കി വിട്ടത്. അങ്ങനെ അവിടെ ഇന്ന എന്നുള്ളത്. അപ്പൊ മലക്കുല കൂട്ടത്തിൽ ഇന്ന എന്നുള്ള അപ്പൊ അങ്ങോട്ടുക്കും ഓൻ ശരിയവൻ. അപ്പൊ അതുകൊണ്ടായിട്ട് മലക്കുലൊട്ടുക്കും സുജൂദാക്കുമ്പോ ഓനും അവിടെല്ല ആദം നബി അലൈഹി സ്വലാമിയുടെ സൃഷ്ടിക്കുമ്പോ ഓനും എന്താക്കിയ അതിനെ സംബന്ധിച്ചൊക്കെ ഓനും ഗൊന്തുണ്ട്. അപ്പൊ ആ ആദം നബി അലൈഹി സ്വലാമിക്ക് എല്ലാവരും സുജൂദിട്ടത്, ഇബ്ലീസ് മാത്രം സുജൂദിട്ടില്ല. ഓന് ന്യായ ചൊന്നാണ്ട. അപ്പൊ ഞങ്ങൾ ദീന്റെ ഒരു വിഷയം കേൾക്കുമ്പോഴേക്കും അതൊക്കെ ന്യായ ചൊല്ല കുത്തിയ അള്ളാഹും അള്ളാഹുടെ റസൂൽ അത് പഠിപ്പാറ്റിട്ടുണ്ടെങ്കിൽ അതിനങ്ങ് ചെയ്യണം, അതിനനുസരിക്കണം, അതിനെ സ്വീകരിക്കണം. എനിക്ക് വിരുദ്ധം ചൊല്ല കുത്തിയാണ്. അപ്പൊ ഓൻ എന്താക്കിയ ഓൻ ന്യായം ചൊന്നു. ഓൻ എന്താക്കിയ ധിക്കരിച്ച ഒക്കാന മിനൽ കാഫിരീൻ. അള്ളാഹുടെ ചെന്ന ഓൻ കാഫിരീങ്ങളിൽ പെട്ടുപോയാണ്. അള്ളാഹുടെ ധിക്കരിച്ചിട്ട് അവൻ കാഫിരാൻ. فأزلهما الشيطان وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. അള്ളാഹു താല ആദം നബി അലൈഹി സ്വലാമിടെ ചൊന്ന ആദം നബിയെ നിങ്ങളും നിങ്ങളെ പെഞ്ഞയും സ്വർഗത്തിൽ താമസിക്കുറവും. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിടെ അള്ളാഹു താല സൃഷ്ടിച്ച് ആദം നബി അലൈഹി സ്വലാമിടെ പിന്നെ ഉറങ്ങിയപ്പോ ഒക്കെ ഇങ്ങനെ തെല്ലെന്തായി ആദം നബി അലൈഹി സ്വലാം ഉറങ്ങിയപ്പോ ആദം നബി അലൈഹി സ്വലാമിടെ ബാറമുള്ളിൽ നിന്നായിട്ടിക്കട് അതിൽ ഇടത്തെ സൈഡിൽ ലാസ്റ്റ് ബാറമുള്ളു അതിൽ നിന്ന് എടുത്തായിട്ടിക്കട് ഹവ്വ ഉമ്മടെ സൃഷ്ടിച്ചത്. ആദം നബി അലൈഹി സ്വലാം എണീച്ചു നോക്കുമ്പോ എതിരൊരു പെണ്ണിങ്ങ് തെച്ചിട്ടുണ്ട്. അപ്പോ ആരത്? ഹവ്വ ഉമ്മ. അപ്പൊ ഇത് പെണ്ണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിക്ക് ഇണയായി അള്ളാഹു താല സൃഷ്ടിച്ചത്, സ്വർഗത്തിൽ വെച്ച് സൃഷ്ടിച്ചത് എന്നായിട്ടിക്കട്. അല്ല സ്വർഗത്തെ പുറത്ത് സൃഷ്ടിച്ചതോ
എവിടെയായിട്ട് ഇങ്ങനെ ആക്കിയത്, അതൊക്കെ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ഏതായാലും അള്ളാഹു താല ആദം നബി അലൈഹി സ്വലാമുടെ ഭാരമുള്ളിൽ നിന്നും ആദം നബി അലൈഹി സ്വലാമുടെ ഇണയായി അള്ളാഹു താല സൃഷ്ടിച്ചത് ഒരു പെണ്ണിടെ, അത് ഹവ്വ ഉമ്മടെ. അപ്പൊ അതാ ഈ തസ്കുന ഇരയ്യാണ്ടായിട്ട് ചെന്നത്, ഇത് നിങ്ങൾ അടങ്ങുക പേനായിട്ട് അല്ലെ, ഒരാണുകൊരു തുണയായിട്ടായിട്ട് പെണ്ണ്. അതായത് ഒരു മനുഷ്യൻ ആണുങ്ങ എന്താ പല ഭാഗത്ത് ഇങ്ങനെ പോയി പല കഷ്ടയ്ക്കിട് ദുഃഖിക്കട് ബേജാറിക്കട് അതൊക്കെ കണ്ട് ഔത്തുക എത്തുമ്പോഴത്തേക്കും എന്തായിട്ട് പെഞ്ഞായി എന്നുള്ളത് അടക്കം കൊടുക്കേണ്ട, സമാധാനം കൊടുക്കേണ്ട ഒന്നായിട്ട് പെഞ്ഞായിട്ടുള്ളത്. അതാ ഒരു മനുഷ്യന് ആകാൻ ചൊല്ലത് സമാധാനമായിട്ട്. അപ്പോൾ ചില മനുഷ്യന്മാരൊക്കെ പുറത്തു പോയി പലതും കഷ്ടപ്പെട്ടു പണ്ട്. അപ്പൊ ഔത്തുകൾക്ക് എത്തുമ്പോഴത്തെ എന്താക്കണം, അങ്ങനെ വേണ്ടത് സമാധാനം, അത് കൊടുക്കണം. ചിലപ്പോൾ മാപ്പിളിൽ നിന്ന് തപ്പ് സംഭവിക്കാം, അല്ലെങ്കിൽ മാപ്പിളയിൽ നിന്ന് പിന്നെ ഇഷ്ടപ്പെടാത്തതൊക്കെ സംഭവിക്കാം. അത് വന്ന സാർത്ഥകയാണ് അതൊക്കെ അങ്ങനെ ഇതുള്ള കുറച്ച് പൂണ്ടേമ ഗലാട്ടാക്കിടേമ അല്ല. അത് അപ്പോൾ വേണ്ട സമാധാനം കൊടുത്തു. പിന്നെ അങ്ങെല്ലാം തനിഞ്ഞൽ പിന്നെന്താക്കണം, നിങ്ങൾക്ക് ചൊല്ലേണ്ട വിഷയങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാം അല്ലേ, അത് ചൊല്ലാം. എന്നല്ലാണ്ട് ബറമ്പത്തിയല്ല. ഇത് ഭൂമിയിലുള്ള എല്ലാ ആളുമാറും എന്തായാറ് ഒരു മനുഷ്യരെതിരായ പെഞ്ഞായി സപ്പോർട്ടിൻ്റെ ആൾക്കുണ്ടെങ്കിൽ അവൻ തല ഉയർത്തി നിൽക്കുക. അതേ സമയത്ത് റായത്തിലും പറത്തിലും കൂട്ടുകാരും എല്ലാവരും എതിരായാലും പെഞ്ഞായി അതിനേക്കാൾ ഇരട്ടി എതിരായാലുണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ പിന്നെ നോക്കുന്നതിനെ ജീവിച്ചിട്ട് കാര്യമില്ലാണ്ട പല ആത്മഹത്യക്കും കാരണം അതായിട്ട് കിടക്കാണ്ടത്. അപ്പോൾ ഈ പെഞ്ഞായി എന്നുള്ളത് ഇണയായിട്ട് അള്ളാഹു താല സൃഷ്ടിച്ചതായിട്ട് അവിടെ ഉപയോഗമാക്കിയത് ലി തസ്കുന ഇലൈഹാന്ത, അടങ്ങുക വേനായിട്ട്, അവിടെ സമാധാനം കിട്ടുക വേനായിട്ട്. അപ്പോൾ പെണ്ണായുള്ള ഒരു മാപ്പിള കിട്ടുക അങ്ങനെ ആയിട്ടിക്കട് പെരുമാറേണ്ടത്, അവിടെ സമാധാനമായിട്ടിക്കട് കൊടുക്കേണ്ടത്. അപ്പം ഞങ്ങൾ എല്ലാത്തുക്കും ഞങ്ങൾ എന്താക്കേണ്ടതാ, അങ്ങാക്കി എല്ലാത്തുക്കും ഞങ്ങൾ പിന്നെ അത് സ്വീകരിച്ചിട്ട് അങ്ങനെ തപ്പാക്കിയെന്ന് കണ്ടുകൊണ്ട് അങ്ങ് മുന്നുള്ള അങ്ങനെ ഇതാക്കിയും പോണ്ടേ, അങ്ങനെയല്ല. അതൊക്കെ ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലണം. അവർക്ക് സമാധാനം കൊടുക്കണം, ആ മനുഷ്യർക്ക് സമാധാനം കൊടുക്കണം. എന്നിട്ട് തിരുത്തേണ്ടത് ആ മനുഷ്യരെ സമാക്കിയാൽ പിന്നെ ഞങ്ങളെ അല്ല ഏതൊരു മനുഷ്യരും ഞങ്ങളെ പലക്കത്തെ ഉൾക്കൊള്ളിടപ്പാൻ കിട്ടിയെങ്കിൽ ഞങ്ങളൊട്ട് സമാധാനത്തിൽ ചൊല്ലുമ്പോൾ തെറ്റിക്കില്ല. അല്ലാണ്ട് ഞങ്ങളിട്ട് കുറച്ച് പൂണ്ടിട്ടോ ബൊബിട്ടിട്ടോ ഞങ്ങളിട്ട് ഗലാട്ടാക്കിയിട്ടോ ഒരു മനുഷ്യരെ നല്ലാക്കുകയാവില്ലേ. നല്ലാക്കാവിടെ സമാധാനത്തുള്ള പലക്കം മാത്രമായിട്ടില്ല. അപ്പൊ ഞാൻ ചൊന്നു വന്നത് ആദം നബി അലൈഹി സ്വലാമിയുടെ അള്ളാഹു താല ഭാരമുള്ളിൽ നിന്നും പെണ്ണിടെ സൃഷ്ടിച്ചപ്പോ ഹവ്വ ഉമ്മ. അപ്പൊ ഇത് പെണ്ണ് നിങ്ങളെ അടങ്ങുക പേനായി അപ്പൊ ജൊത്തയായിട്ട് പെണ്ണും ചൊല്ലത് ആണിന്റെ ശക്തിയായിട്ട്. അപ്പൊ ആദം നബി അലൈഹി സ്വലാമുടെ അള്ളാഹു താല സൃഷ്ടിച്ച് അതും ആദം നബി അലൈഹി സ്വലാമുടെ ഭാരമുള്ളിൽ നിന്നായിട്ട് ഇടത്തെ സൈഡിലെ ഭാരമുള്ളിൽ നിന്ന് ലാസ്റ്റ് അതായിട്ട് നബി തങ്ങൾ ചൊല്ലത് ഒരു പെണ്ണ് ചൊല്ലത് ആദം നബി ഭാരമുള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായിട്ട് അതെല്ലാം ബെൻഡായിട്ട്. അപ്പൊ ഒരേ അടിക്ക് നേരെയാക്കോ പോകണം, അത് കുഞ്ഞിപ്പോവും. എന്നാൽ അതിൽ അങ്ങനെയുമേ വിട്ടിട്ടും വിടണ്ട, ചെറിയൊരു ഉപദേശം കൊടുത്തോണ്ടേ വേണം. അപ്പൊ പെണ്ണും ചൊല്ലത് എപ്പോഴും അങ്ങനെ തന്നെ ആയിട്ടിക്കട് ഒരു ആണ്ടൊട്ടിക്ക് എന്തായിക്ക അതാണ് മനസ്സിലാക്കിയാൽ ഒരു കാര്യമായിട്ടിക്കട്. പെണ്ണിന്റെ സ്വഭാവം ഒരു വേറെ ആയിട്ടിക്കട്, ആണിന്റെ സ്വഭാവം വേറെ ആയിട്ടിക്കട്. ഞങ്ങളെ ഈ വിഷയം അതല്ലാത്തത് കൊണ്ട് ആ ഭാഗത്ത് കിടക്കില്ല. ഭാരമുള്ളവരെ സംബന്ധിച്ച് ചൊന്നിട്ടാകുമ്പോൾ ചൊന്നിട്ട് മാത്രം. അപ്പോ ഇവിടെ ഖുർആനിലും ചൊന്നത് അങ്ങനെ ഉസ്കുൻ അന്ത വസൗജുകൽ ജന്ന, നിങ്ങളും നിങ്ങളെ ഭാര്യയും സ്വർഗത്തിൽ പ്രവേശിക്കുക, സമാധാനത്തിലൂടെ കൂടെ അവിടെ താമസിക്കൂ. വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ, ഇഷ്ടംപോലെ തിന്നോറും ഏത് പേന എടുത്ത് തിന്ന. വലാ തഖറബ ഹാദിഹി ഷജറ, ഈ മരത്തെ മുട്ട മാത്രം ആവണ്ട. ഫതകൂനാ മിനൽ ളാലിമീൻ, ഈ മരത്തെ മുട്ട പോയി കണ്ട് നിങ്ങൾ എന്തായി പോവറ്, നിങ്ങൾ അക്രമികളായി പോവറ് അല്ലാഹു തആല ഖുർആൻ ചൊന്ന. അപ്പൊ എല്ലാം സ്വർഗത്തിൽ ആദം നബി അലൈഹി സ്വലാം ഹവ്വ ഉമ്മക്കും അള്ളാഹു താല ആ പ്ലേസിൽ എല്ലാം നിഅമത്ത് കൊടുത്തിട്ട് ഒന്നര മുട്ട മാത്രം അടുക്കണ്ടെന്ന് ചൊന്ന. അങ്ങനെ മുട്ട പോയിട്ടേ ഇല്ല. പക്ഷേ ഫഅസല്ലഹുമ ശൈത്താൻ, പിന്നെ അള്ളാഹു താല ചൊല്ല ഫഅസല്ലഹുമ ശൈത്താനു അൻഹാ ഫഅഖറജഹുമാ മിമ്മാ കാനാ ഫീഹി. ശൈത്താനങ്ങളെ തെറുത്തപ്പാട്ടിയ ചെന്നെങ്കിൽ അങ്ങ് അതിൽ നിന്ന് തിണ്ടറ്. അതെ, പിന്നെ അള്ളാഹു താല ചെന്ന ഭൂമിയിൽ പോറുവാൻ. അപ്പോ ഇവിടെ ആദം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ചൊന്നവിടെ വേറെ ഭാഗത്തിലും കാണാം. വനാദാഹുമാ റബ്ബുഹുമാ അലം അൻഹകുമാ അൻ തിൽകുമു ശജറ വഖുൽ ലകുമാ ഇന്ന ശൈത്താന ലകും അദുവ്വുൻ മുബീൻ. അത് ഇബ്ലീസ് ആയിട്ട്
ആദം നബി അലൈഹി സ്വലാമുടെ ചെറുതപ്പാട്ടിയത്. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിനെ ഹവ്വാ ഉമ്മയുടെയും വസ്വസാക്കിയത് ഇബ്ലീസ് ആയിട്ടിക്കത്. എങ്ങനെ ഹവ്വാ ഉമ്മയായിട്ടിക്കത് ആ മരത്തിൽ നിന്ന് തിന്നത് ഒന്ന് തിന്നു നോക്കോറും ചെന്നിട്ട് ആദം നബി അലൈഹി സ്വലാമിനെയും തിന്നുവാട്ടിത്ത് അങ്ങനെ സ്വർഗത്തിൽ പുറത്താക്കിയ. ഇതിപ്പോ ഞങ്ങൾ ദോഷാന്തോ തപ്പോണ്ടോ ഞങ്ങൾ ചൊല്ലുകയില്ല. കാരണം ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചതേ അള്ളാഹു ഭൂമിയിലാക്കുവാനായി, അല്ലാണ്ട് സ്വർഗത്തിലാക്കുവാനായിട്ടല്ല. ഇനി ജായിറും ഫിൽ അർദ് ഖലീഫ ഉണ്ടല്ലോ ചൊല്ല തുടക്കത്തില്. നിങ്ങളെ ഞങ്ങൾ ഭൂമിയിൽ ഞാനൊരു ഖലീഫ സൃഷ്ടിച്ച് എൻ്റെ ഖലീഫയെ ഞാൻ ആക്കുക പോകണ്ടല്ലേ അള്ളാഹു താല ചൊന്നത്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഭൂമിയിലാക്കുവാനായിട്ട്. അപ്പൊ ആ ഭൂമിക്ക് പുറകുള്ള ഒരു തെരു ആദം നബി അലൈഹി സ്വലാം മുഖാന്തരം അള്ളാഹു ഉണ്ടാക്കിയ. അപ്പൊ എല്ലാത്തിനും തിന്നൊരു ഈ ഒരു മരത്തെ തിന്നണ്ട, ഈ മരത്തെ അടുക്കരുതേ വേണ്ടാന്ന് ചെന്നിട്ടാകുമ്പോ അങ്ങ് അടുത്തോണ്ടേ ഇല്ലാന്ന് കുറെ കാലം കഴിയുമ്പോൾ ഇബ്ലീസ് അങ്ങനെ വസ്വസാക്കിയ. അപ്പൊ ഇബ്ലീസ് അങ്ങോട്ട് ചൊന്നെന്താ, നിങ്ങൾ ഇതിൽ ഈ മരത്തെ വസ്തു നിങ്ങൾ തിന്നേൻ കണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുന്നത് ഈ സ്വർഗത്തിൽ നിങ്ങൾ ശ്വാസ്വതന്മാരോട്. അപ്പൊ തിന്നണ്ടാണ്ട് അള്ളാഹു താല നിങ്ങളൊട്ടിക്ക് ചൊന്നത് നിങ്ങൾ എന്താക്കോബേനായിട്ട് ഭൂമിക്ക് എത്തുകയായിട്ട്. നിങ്ങളുടെ തിണ്ടേൽ കന്നെ നിങ്ങൾ ഒരിക്കലും പിന്നെ ഭൂമിക്ക് പോണ്ടില്ല. ഇങ്ങനെയല്ല ആയിട്ടിക്കത് അങ്ങനെ വിശ്വാസാക്കിയത്. അതുകൊണ്ടായിട്ടിക്കത് അവ്വാവും അതിൽ നിന്ന് ഒന്ന് എടുത്ത് തിണ്ടത്. വാ അതോട് കൂടെ എന്തായിട്ട് അപ്പൊ അള്ളാഹു താല ചൊന്ന നിങ്ങളിട്ട് ഞാൻ അതിൽ തിന്നണ്ടല്ലേ ചൊന്നത്, നീ തിന്നില്ലേ. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോൾ ഒരു സ്വർഗത്തിൽ നിന്നും അങ്ങനെ അള്ളാഹു താല ഭൂമിക്ക് അള്ളാഹു താല കടത്തി അങ്ങ് ഭൂമിക്ക് എത്തിയെത്തും. فوسوس لهما الشيطان ليبدي لهما ما أوري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. ശൈത്താൻ അങ്ങനെ വസ്വാസാക്കിയിട്ട് ആ മരത്തെ ഇലത്തിട്ടാകുമ്പോൾ അങ്ങനെ ശരീരത്തിലുള്ള ഡ്രസ്സ് ഇരിഞ്ഞുപോയിത്ത്, ഡ്രസ്സ് ഊരിപ്പോയിത്ത്. ശൈത്താൻ അങ്ങനെ വസ്വാസാക്കി തെറിച്ചൊല്ലി ഈ മരത്തെ തിന്നണ്ടാണ്ട് അള്ളാഹു താല നിങ്ങളെ വിരോധിച്ചത് എന്ത് ഇല്ലാന്ന് തക്കൂന മലക്കൈനി, ഇത് തിന്നേൻ കണ്ടെ നിങ്ങൾ മലക്കും ആയിപ്പോണ്ടത്. ഔ തക്കൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസ്വതന്മാരായി പോണ്ടത്. അപ്പൊ തിണ്ടെങ്കിൽ നിങ്ങൾ മലക്കവിടറ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ എപ്പോൾ ഇക്കിടറ്. തിണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പുറത്ത് പോണ്ടത്. ഇങ്ങനെ ആയിട്ടിട്ട് ശൈത്താൻ അങ്ങനെ വസ്വാസാക്കിയത്. അപ്പൊ അവ്വാവും അതിൽ നിന്ന് തിണ്ടെത്ത് ആദം നബി അലൈഹി സ്വലാമിയുടെ തിന്നുകുബേനായിട്ടും പ്രേരിപ്പിച്ചിട്ട് അങ്ങനെ ആയിട്ടിക്കട് ഇബ്ലീസ് അങ്ങനെ ചെന്നത് സത്യമായിട്ട് ചെന്ന് ഞാൻ നിങ്ങൾക്ക് ഉപകാരാക്കരേ, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ആക്കരേ, നിങ്ങൾക്ക് നല്ലത് ഞാൻ ഉദ്ദേശിക്കരേ, അല്ലാണ്ട് നിങ്ങളെ ബെടക്കാക്കോ ഞാൻ നോക്കടല്ല. ഫദല്ലാഹുമാ ബിഗുറൂർ ഫലമ്മാ ദാഖ ശജറത ബദത ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. അങ്ങത് തിണ്ടിട്ടാകുമ്പോ അങ്ങനെ ശരീരത്തിൽ മറച്ച അങ്ങനെ ഔറത്തിൽ അങ്ങനെ ഭാഗങ്ങളൊക്കെ മറച്ച ഡ്രസ്സ് പോലത്തെ തങ്ങളെ ശരീരത്തിൽ നിന്ന് ഇഞ്ഞുപോയി എന്തായിട്ട് അതാ സ്വർഗത്തെ ഇലയിൽ നിന്ന് ഇല എടുത്തിട്ട് അതെന്താക്കിയത് കെട്ടിട്ട് ഔറത്ത് മറക്കുക നോക്കിണ്ടാറ്. അങ്ങനെ ഔറത്ത് മറച്ചത്. വനാദാഹുമാ റബ്ബുഹുമാ അലം അൻഹകുമാ അൻ തിൽകുമാ ശജറ വഖുൽ ലകുമാ ഇന്ന ശൈത്താന ലകുമാ അദുവ്വുൻ മുബീൻ. അപ്പൊ അല്ലാഹു തആല വിളിച്ചു കേട്ടില്ലേ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവിട്ട് ഞാൻ ചൊന്നിട്ടില്ലേ, എന്ത് ഗാവന്റെ നിങ്ങൾ അനുസരിച്ചത്, എന്ത് ഗാവന് ചൊന്ന പോലെ നീ കേട്ടത്. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ഉമ്മയും രണ്ടാളും കൂടി അള്ളാഹുടെ കൊല്ല തോബ ചെയ്ത് മടങ്ങിയത്. ആ തോബ ചെയ്ത് മടങ്ങിയതിന് ആയത്തായിട്ടിക്കത് ദുആ ആയിട്ടിക്കത് റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. പടച്ചവനെ ഞങ്ങൾ എന്താക്കിയ ദോഷം ഞങ്ങൾ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി, ഞങ്ങൾക്ക് നീ പുറത്തു തരണം, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോണ്ടെങ്ങ. അപ്പൊ അള്ളാഹു താല ചെന്നത് ഇഹ്ബിതു ഖാല ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദു വലകും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. അള്ളാഹു താല ചൊന്ന നിങ്ങൾ ഭൂമിയിലേക്ക്. അപ്പൊ ഭൂമിയെ കടത്തുമ്പോൾ അള്ളാഹു താല ചൊന്നത് ബഅദുകും ലിബഅദിൻ അദു, നിങ്ങളിൽ നിന്ന് ചിലരെ ശത്രു. അപ്പൊ അള്ളാഹു താല ഭൂമിയിൽ കടത്തുമ്പോ അല്ലെ മനുഷ്യന്മാരെല്ലാരും പരസ്പരം പിരിസത്തിന് എല്ലാവരും ഇല്ലല്ലോ, പരസ്പരം ശത്രുക്കളല്ലേ അല്ലെ. അത് കുടുംബത്തിലുണ്ടാവാം, നിരക്കാരിലുണ്ടാവാം, കൗമിലുണ്ടാവാം, ധാരസമൂഹത്തിൽ നിന്നുണ്ടാവാം. അങ്ങനെ
അങ്ങനെ ആയിട്ടിക്കട അള്ളാഹു താല ചുമട്ട് കടത്തിയത്. അല്ലെ, മനുഷ്യരെ മൃഗങ്ങൾ ആക്രമിക്കുന്നതിനേക്കാളും കൂടുതൽ മനുഷ്യന്മാർ ആക്രമിക്കുക. മൃഗങ്ങൾ ആക്രമിക്കുന്ന കൊറടിയല്ലേ, അത് കാടുക് പോയെങ്കിലോ അല്ലെങ്കിൽ അതിലെ വായിൽ പെട്ടെങ്കിൽ മാത്രം എന്നല്ലാണ്ട് ഇപ്പറ വന്നിട്ട് മൃഗങ്ങൾ ആക്രമിക്കണില്ല. അല്ല, മനുഷ്യരുടെ മനുഷ്യന്മാരല്ലേ. അപ്പൊ ആ മനുഷ്യന്മാരെന്താ ബാദുക്കും ലിബാദിൻ അതുകൊണ്ട് അള്ളാഹു താല ചൊന്നത്, നിങ്ങളിൽ നിന്ന് നിങ്ങളെ പരസ്പരം നിങ്ങൾ ശത്രുക്കളായിട്ടിക്കല്. പിന്നെ അള്ളാഹു താല ചൊല്ലേ, ആ ഭൂമിയിൽ നിങ്ങൾക്ക് നിൽക്കാം, നിങ്ങളെ അവധി തീർത്തോളം ആ ഭൂമിയിൽ സുഖിക്കുകയും ആസ്വദിക്കുകയും അതെല്ലാം നിഅമത്തുകളെ നിങ്ങൾക്ക് സുഖിക്കുക എല്ലാം ഉണ്ട്. ഖാല ഫീഹാ തഹ്യൗന വഫീഹാ തമൂതുന വമിൻഹാ തുഖ്റജൂൻ. ആ ഭൂമിയിൽ ഹയാത്തായി, ആ ഭൂമിയിലെ മരിച്ചു, ആ ഭൂമിയിൽ നിന്നായിട്ട് രണ്ടാമത് മനുഷ്യരെ അള്ളാഹു ഹയാത്താക്കുക. അപ്പൊ ആദം നബി അലൈഹിസ്സലാമുടെയും ഹവ്വാ ഉമ്മയുടെയും അള്ളാഹു തആല സൃഷ്ടിച്ച് സ്വർഗത്തിൽ നിന്നും ഭൂമിക്ക് അള്ളാഹു വിളിച്ച്. അപ്പൊ ഇതിലിടയിലുണ്ടായ സംഭവങ്ങളായിട്ട് ഇതൊക്കെ. അപ്പൊ ഭൂമിക്ക് ബന്ത് എന്ന് ചൊല്ലുമ്പോ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് അള്ളാഹു താല ഭൂമികാക്കും. അങ്ങനെ ഹവ്വാ ഉമ്മും ആദം നബി അലൈഹി സ്വലാമും ഭൂമിക്ക് ഇരിഞ്ഞത് എവിടെ എന്നുള്ളത് ചരിത്രത്തിൽ അഭിപ്രായങ്ങൾ കാണാം. ആദം നബി അലൈഹി സ്വലാം ശ്രീലങ്കയിലെ ദണ്ട് ഇന്ത്യയിൽ അത് ചേർന്ന് ഒരു ഭാഗമായിട്ടിക്കല് ശ്രീലങ്ക. പിൽക്കാലത്തായിട്ടിക്കല് അതെന്തായത് നൂഹ് നബിയുടെ കാലത്ത് പ്രളയം വന്നപ്പം ശ്രീലങ്ക ചൊല്ലറായ ഇതിൽ നിന്നും വിട്ടുപിരിഞ്ഞ് വേറെയായത് എന്നുള്ളത്. ആദം നബി അലൈഹി സ്വലാം ഇന്ത്യയിൽ നിന്നായിട്ടിക്കല് ഇന്ത്യത്തുകായിട്ടിക്കല് ഇരിഞ്ഞത് അതും ഏതില് ആദം മല ചൊല്ല ഇന്ത്യ ശ്രീലങ്കയിൽ ആ മലക്കായിട്ടിക്കട ആദം ആ പർവ്വതത്തായിട്ടിക്കട ഇരിഞ്ഞത് എന്നും ഹവ്വാ ഉമ്മ ജിദ്ദയിൽ ഇരിഞ്ഞതുണ്ടും പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ അറഫാൻ ചൊല്ല ഭൂമിയിൽ അങ്ങ് പരസ്പരം തേടി നടന്ന് ഒട്ടായറ് എന്നും ചരിത്രത്തിൽ കണ്ട്. അല്ല സഫ മറുവ ഇതിലായിട്ടിക്കട് ജണ്ടാല ഇറങ്ങിയതുകൊണ്ടും കാണാം. അപ്പൊ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അള്ളാഹു താല ഭൂമികങ്ങളെ ജണ്ടാലയുമാക്കിയ ആദം നബി അലൈഹി സ്വലാം അവ്വാവും ഭൂമിയിലെത്തിയാൽ പിന്നെ അല്ലെ അങ്ങനെ രണ്ടത്തെ കാലം ചൊല്ലത് 60 മുള ഉദ്ദായിട്ടിക്കട് ഒരു മുളാൻ ചൊല്ലത് ഇത്ര. അപ്പൊ 60 മുള ഉദ്ദാൻ ചൊല്ലുമ്പോൾ ആദം നബി അലൈഹി സ്വലാമിന്റെ ഹൈറ്റ് എത്ര ആയിട്ടിക്കും? 60 മുള. ഇപ്പൊ ഒരു മുളാൻ ചൊല്ല 1.5 ഫീറ്റ് തോളമ്പുണ്ട് അല്ലെ. അപ്പോൾ സാധാരണ ഒരു 60 മുളാൻ ചൊല്ലുമ്പോ എത്ര ആയിട്ട് 60 ഫീറ്റും പ്ലസ് എത്ര പാതി 30 അല്ലെ 90. അപ്പൊ വലിയ ഉദ്ദായിട്ടിക്കട് ആദം നബി അലൈഹി സ്വലാമുക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചത്. അപ്പൊ ഭൂമി അല്ലെ എൻ്റെ വാഹനമില്ല, ബൈക്കിൽ വേറൊരു സൗകര്യം ഇല്ല. അപ്പൊ അങ്ങനെ നടക്കണമെങ്കിൽ ആ ഒരു അവസ്ഥ തന്നെ വേണം. അപ്പൊ വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു കാറ് ഓടുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് നടന്നെത്തുകാവും. എൻ്റെ ഒരു ബൈക്കൽ പോകേണ്ടതിനേക്കാളും സ്പീഡിൽ നമുക്ക് നടന്നെത്തുക. അവിടെ എനിക്ക് എത്ര അവസ്ഥയായിട്ടില്ല. രണ്ട് ഭൂമിയിൽ വേറെ ആരുമില്ല. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം അവ്വാവും ഭൂമി ഇഴിഞ്ഞറ്. അപ്പൊ അള്ളാഹു തആല അങ്ങനെ സ്വർഗത്തിൽ നിന്നും കടത്തിയത് നിങ്ങളെ നാന് എൻ്റെ റസൂലും എൻ്റെ നബിമാരെയും നാണ് കടത്തരം. അതനുസരിച്ച് തഖ്വയോട് കൂടി ജീവിച്ചാൽ കണ്ടെങ്കിൽ നിങ്ങളെ തറവാടായ സ്വർഗ നിങ്ങൾക്ക് നാണ് തണ്ട എന്നായിട്ടിക്കല് അള്ളാഹു തആല ഞങ്ങളെ ഭൂമിയിലാക്കിയത്. അപ്പൊ നമുക്കുണ്ട് ഭൂമിയിലുള്ളത്. ആ ഭൂമിയിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ദീനും നിയമങ്ങളും പഠിപ്പാട്ടുകയും റസൂൽമാരെ കടത്തില്ല. ആ റസൂൽമാരെ സ്വീകരിക്കുകയും അനുസരിക്കുകയും അള്ളാഹു ഭയപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് നാണ് സ്വർഗം തണ്ട എന്നായിട്ടിക്കല് അള്ളാഹു തആല ആ ഭൂമി എവിടെ പുറത്താക്കിടുമോ അവിടേക്ക് നിങ്ങളെ നാണ് കടത്തരം. അപ്പൊ ആ തറവാട് നിങ്ങൾക്ക് കിട്ടണം, ആ തറവാട് എത്തണം. അത് എത്തണം കണ്ടെങ്കിൽ ഇവിടെ തഖ്വയോട് കൂടി ജീവിക്കണം. ആദം നബി അലൈഹി സ്വലാമും ഹവ്വാ ഉമ്മയും ഭൂമിയിൽ വസിച്ച് അങ്ക് അള്ളാഹു തആല 40 മക്കളെയായിട്ട് കൊടുത്തത്. എരിയോ പ്രസവത്തിലൂടെ കൂടെ 40 മക്കൾ, ഒരു പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും. അങ്ങനെ അള്ളാഹു തആല 40 മക്കളെയായിട്ട് അള്ളാഹു തആല കൊടുത്തത്. അപ്പോ 40 മക്ക പണ്ട് ഭൂമിയിൽ വേറെ ആരുമില്ല. അപ്പൊ മുന്നത്തെ പ്രസവത്തിൽ ഇന്ന ആണും ഒരു പെണ്ണും, പിന്നത്തെ പേത്തിൽ ഒരു ആണും പെണ്ണും, ഇങ്ങനെ ഇതിരെ ആണ്ട് അതിരെ പെണ്ണുകും അതിരെ പെണ്ണിന്റെ ഇതിരെ ആണുകും ഇങ്ങനെ മങ്ങലാക്കി കൊടുക്കുന്ന ഒരു ശരീഅത്തായിട്ടില്ല, ഒരു നിയമമായിട്ടില്ല എന്തില്ല. കാരണം അണ്ട് ഭൂമിയിൽ വേറെ ആരുമില്ല. അപ്പൊ ആദം നബി അലൈഹി സ്വലാമുടെ മക്കളെ ആദം നബി അലൈഹി സ്വലാം മങ്ങലാക്കി കൊടുത്തത് ഈ രീതിയിലായിട്ടില്ല. അങ്ങനെ അതിലൊരു കൊല നടന്ന വിഷയം നിങ്ങൾക്ക് കൊണ്ടുണ്ട്. ചരിത്രത്തിൽ ഞങ്ങൾ പലതും കേട്ടതായിട്ടില്ല. ഹാബീലും കാബീലും. ഹാബീലിന്റെ ജൊത്തെ പെണ്ണ്, കാബീലിന്റെ ജൊത്തയുള്ളൊരു പെണ്ണ്. ഇങ്ങനെ അപ്പുറം മഞ്ഞളാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൽ കാബീലായിട്ടില്ല ഇഷ്ടപ്പെടാത്തത്. നക്ക് വേണ്ട, നക്ക് എൻ്റെ ജൊത്തമേ ആവോ.
അപ്പൊ അങ്ങനെ ആയിട്ട് ഇവിടെ അവിടെ എന്തായിട്ട് ഒരു തർക്കം നടക്കുക. അപ്പൊ ആദം നബി അലൈഹി സ്വലാം ചെന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ കുർബാന വെക്കുറു ചെന്ന് എന്തേ ഒരു വസ്തു വെച്ചിട്ട് അള്ളാഹ് അവിടെ ദ്വാരട്ടെ. അപ്പൊ ആരത് ശരി? ആ ശരിയും ചൊല്ലിന്റെ ആളുമാരെ വസ്തു ആകാശത്തിൽ നിന്നും തീ വന്നിട്ട് കരിക്കരുത്, ഇങ്ങനെ ഒരു കുർബാന വെക്കണ ചെന്ന്. അപ്പൊ ഹാബീലും കാബീലായിട്ട് ജണ്ടാല് പരസ്പരം തർക്കമായത് മഞ്ഞളവിടെ വിഷയത്തിൽ, ഒരു പെണ്ണുടെ വിഷയത്തിലായിട്ട്. അപ്പൊ കാബീൽ ചൊന്നത് നന്റെ ജൊത്തമേ ആവണു എന്നുള്ളത്, നക്ക് നന്റെ ജൊത്ത ആവണ, അത് വേണ്ട, ഹാബീലിന്റെ ജൊത്ത വേണ്ട. അങ്ങനെ അപ്പൊ ആദം നബി അലൈഹി സ്വലാം ചെന്ന് എന്നാണ് കുർബാന വെക്കുറും. അപ്പൊ ഹാബീല് ഈ മൃഗങ്ങളെ വളർത്തിയുന്ന ആടുകളെ വളർത്തിയുന്ന, അപ്പൊ അതിൽ നല്ലൊരു ആടിനെ കുറഞ്ഞു വെച്ചിട്ട് കാബീൽ കൃഷിയാക്കിയെന്ന് അതിൽ എന്തും വേണ്ടാത്തത് കുറഞ്ഞു വെച്ചിട്ട്. നമ്മുടെ കാര്യം മനസ്സിലാക്കണം, ഞാൻ എപ്പോഴും ഈ ഇങ്ങനത്തെ കൊടുക്കുമ്പോഴത്തൊക്കെ നല്ലത് ഞാൻ കൊടുക്കണം, വേഷ്ടായത് വേണ്ടാത്തതുണ്ടല്ല. അപ്പൊ ഇങ്ങനെ നീയത്ത് എത്ര ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഹാബീന് നല്ല ആട്, അതിൽ നിന്നും അയാളെ മൃഗത്തിൽ നിന്നും നല്ലൊരു ആടായിട്ട് കുർബാനായിട്ട് വെച്ചത്. കാരണം ഇപ്പൊ ആരെ ഭാഗത്ത് ശരി എങ്ങനെ തീരുമാനാക്കണം എന്നതൊക്കെ കുർബാനായിട്ട് വെക്കണേ. കുർബാൻ വെക്കണമെന്ന് ചോദിച്ചെങ്കിൽ ഇതേ ജണ്ടാലും ജണ്ട് വസ്തു വെച്ച് ദ്വാരക്കണേ. അപ്പൊ അയാൾ ആട് വെച്ചിട്ട് അയാളെ കൃഷി വെച്ചിട്ട് പടച്ചോനെ നീ ഇതൊക്കെ ന്യായം താഴ്ന്നിട്ട് ദ്വാരന്നിട്ടാകുമ്പോൾ ആകാശത്തിൽ നിന്ന് തീ വന്ന് കരിച്ചത് ആരെയായിട്ടിക്കല്? ഹാബീലിൻ്റെതായിട്ടിക്കല്. അപ്പൊ ഹാബീലിന്റെ പക്ഷം ശരി, അപ്പൊ പിന്നെ അനുസരിച്ചിട്ടേ വേണം, അങ്ങനെ മങ്ങലാക്കി കൊടുക്കണം. അപ്പൊ ഇതായിട്ടിക്കൂടെ പജവും താറുക കാബീലുക ഹാബീലിൻ്റെ ഒട്ടിക്ക പജവും. ആദം നബി അലൈഹി സ്വലാം ഇല്ലാത്ത സമയത്ത് ഹാബീലിന്റെ കാബീൽ കൊന്ന സംഭവം അവിടെ ആയിട്ടിക്കല് നടക്കുക. അപ്പൊ അങ്ങനെ ഒരു കൊല നടത്തി എന്നുള്ളത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് കൊല്ലുക എന്നൊരു രൂഢിയാക്കിയത് ഫസ്റ്റ് അയാളായിട്ട് തുടക്കി വെച്ചതാണ്. അത് ഭൂമിയിൽ ഏതൊരു കൊല നടക്കുമ്പോൾ അത് ഒരംശം അയാൾക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ശിക്ഷയിൽ ഒരംശം അയാൾക്കും കൂടിയുണ്ട്. കാരണം നല്ലത് പഠിപ്പാട്ടിയെങ്കിൽ അതിനെ തുടർന്നിട്ട് ആളുമാർ നല്ലത് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിലൊരു പ്രതിഫലത്തെ അംശം അയാൾക്കും കിട്ടും. ബെടക്കോ തുടങ്ങി വെച്ചതെങ്കിലോ അതിലൊരു ശിക്ഷയുടെ അംശവും അയാൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഹാബീലും കാബീലും കൂടിയുള്ള ഗലാട്ടയിൽ അവിടെ കാബീൽ എന്താക്കിത്ത ഹാബീലിടെ കൊന്നിട്ടു. അപ്പൊ കൊന്ന ആള് കാബീലായിട്ടിക്കട്, മരിച്ച ആള് ഹാബീലായിട്ടിക്കട്. കാബീൽ കോ കാ നമുക്ക് സുലാഭത്തിന് നെനപ്പിനിക്കൊപ്പനായിട്ട് ആറായിട്ടിക്കട് കൊന്നിട്ട് കാബീലായിട്ടിക്കട് കൊന്ന ആള് കാബീൽ കോ കാ അത് നെനപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ സുലാഭത്തെ തീർച്ചയാണ്. അപ്പൊ അങ്ങനെ ആയിട്ടിക്കടെ ഒരു കൊല നടക്കല്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം അതിലും വലിയ ബേജാറാവും. പിന്നെ അതൊക്കെ ഉണ്ട്. അത് പിന്നെ എന്താക്കൊന്നും കൊന്തില്ല. അങ്ങനെ രണ്ട് കാക്ക വന്ന് ഒരു കാക്കയിൽ കൊത്തി എന്നിട്ട് കൊക്കിൽ മണ്ണെടുത്തിട്ട് ഈ കാക്കര ഗുണ്ടി കിട്ടിട്ട് എന്നിട്ട് കൊക്ക് കൊണ്ട് മണ്ണ് വലിച്ചിട്ടിട്ട്. അപ്പൊ ആദം നബി അലൈഹി സ്വലാമുടെ മോന, അതായത് ആദം നബി ഈ കൊല നടക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാമില്ല, ഇയാൾ കൊന്നിട്ടായിട്ട് ഈ സഹോദരന്റെ കുഞ്ചിൽ വെച്ച് നടന്നോട്ടുണ്ട്. എന്തിനാക്കണോണ്ട് കൊന്നില്ല. അപ്പൊ ആയിട്ട് ഈ കാക്ക ഇങ്ങനെ ആക്കരുത് കണ്ടേ, ഇത്ര ബുദ്ധി നക്കില്ലാണ്ടായി പോയിത്തല്ലേ ചെന്നിട്ട് അയാൾ എന്താക്കി ഒരു ഗുണ്ടി എടുത്തിട്ട് മറവ് ചെയ്തിട്ട്. അപ്പൊ ഒരു തലക്കൊരു കല്ലിട്ടിട്ടായിട്ട് കൊന്നതുണ്ടൊക്കെ ചരിത്രത്തിൽ കണ്ട്. അപ്പൊ ആദം നബി അലൈഹി സ്വലാമുടെ സന്തതികളിൽ നിന്ന് ഫസ്റ്റത്തെ കൊല. ആദം നബി അലൈഹി സ്വലാം പിന്നെ അങ്ങനെ മക്ക സന്താനങ്ങളല്ല ആദം നബി അലൈഹി സ്വലാമുക്ക്. പിന്നെ ആദം നബി അലൈഹി സ്വലാം കഅബയും ബൈത്തുൽ മുഖദ്ദസും നിർമ്മിച്ചത് ആദം നബി അലൈഹി സ്വലാം ആയിട്ടില്ല. 1000 വർഷത്തോളം ആദം നബി അലൈഹി സ്വലാം ജീവിച്ചിട്ടായിട്ടില്ല വഫാത്താവുക. ആദം നബി അലൈഹി സ്വലാം വഫാത്താവുമ്പോൾ മക്കളും പുള്ളിയും എല്ലാമായി നോക്കുമ്പോൾ 4 ലക്ഷത്തോളം ആളുമാർ അന്തിന്നാർ. ആദം നബി അലൈഹി സ്വലാം വഫാത്താവുമ്പോൾ 4 ലക്ഷം. അപ്പൊ ആദം നബി അലൈഹി സ്വലാം നബിയായിട്ടിക്കട് റസൂലായിട്ടിക്കട് 6 മക്കಗೆ കുടുംബത്തെ. കാരണം എൻ്റെ ಬೇರೆ ആൾമാരില്ലല്ലേ. അപ്പൊ പെഞ്ഞയും മക്കളും ഈ പുള്ളിമാറും ഈ 4 ലാഖത്തോളം പണ്ട ആളുമാർക്ക് ആദം നബി അലൈഹി സ്വലാം നബിയും റസൂലുമായിട്ട് നമുക്ക് ദീൻ പഠിപ്പാട്ടി കൊടുത്തത്, നമുക്ക് ചൊന്നു കൊടുത്തിട്ട്, നമുക്ക് ഇബാദത്തുകളെല്ലാം പഠിപ്പാട്ടി കൊടുത്തിട്ട് ആദം നബി അലൈഹി സ്വലാം ഒരു ബലിയാസലുണ്ട്. ആദം നബി അലൈഹി സ്വലാം വഫാത്താവും. ആദം നബി അലൈഹി സ്വലാമുടെ അള്ളാഹു സ്വർഗത്തിൽ കടത്തിയതും ഭൂമിയിൽ കടത്തിയതും വഫാത്തായതും എല്ലാം വെള്ളിയാസയായിട്ട്. അതുകൊണ്ടായിട്ട് വെള്ളിയാസ ഏറ്റവും ശ്രേഷ്ഠമായ നാല് അല്ലെ. തിങ്കളാശക്കും വെള്ളിയാശക്കും മഹത്വമുണ്ട്. തിങ്കളാസര മഹത്വത്തെക്കുറിച്ച് നബി തങ്ങൾ ചെന്ന് നന്റെ സൃഷ്ടിച്ച നാളുണ്ട്. വെള്ളിയാസര നാളിനെ കുറിച്ച് ചൊല്ലവിടെ ചെന്നത് ആദം നബി അലൈഹി സ്വലാമുടെ അള്ളാഹു സൃഷ്ടിച്ചതും സ്വർഗത്തിൽ കടത്തിയതും ഭൂമിയിൽ കടത്തിയതും ഒക്കെ വെള്ളിയാസാണ്. ആദം നബി അലൈഹി സ്വലാം വഫാത്താവും.
ആദം നബി അലൈഹി സ്വലാം വഫാത്താകുമ്പോൾ ആദം നബി അലൈഹി സ്വലാമിന്റെ ജനാജ സംസ്കരണമാക്കിയതൊക്കെ മലക്കുകളായിരിക്കണം. മലക്കുകൾ ഇനി വന്ന് ആദം നബി അലൈഹി സ്വലാമിനെ കുലിപ്പാട്ടി കഫനാക്കി മയ്യത്ത് നിസ്കരിച്ച് മറമാടിയാണ്. എന്നിട്ട് അങ്ങോട്ട് ചെന്നാൽ ഇങ്ങനെയായിട്ട് ചെയ്യേണ്ടത് പടിപ്പാട്ടി കൊടുത്തു. മലക്കുകളായിട്ട് അല്ല ആദം നബി അലൈഹി സ്വലാമിന്റെ നമുക്ക് പടിപ്പാട്ടി കൊടുക്കണം. ആദം നബി അലൈഹി സ്വലാം വഫാത്തായിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തായിട്ട് ഹവ്വാ ഉമ്മയും വഫാത്താവിടെ. ഹവ്വാ ഉമ്മ വഫാത്താവിടെ. അപ്പൊ ഇങ്ങനെ രണ്ടാലെ കബറും ബൈത്തുൽ മുഖദ്ദസിൽ ഉള്ളേന്റെ ചരിത്രത്തിൽ കാണാം. അതല്ല ഹവ്വാ ഉമ്മയുടെ ജിദ്ദയിലാണ് ഉള്ളത് എന്നും കാണാം. ഒക്കെ ചരിത്രത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെന്നുമല്ല. ആദം നബി അലൈഹി സ്വലാം വഫാത്താകുമ്പോൾ ഷീസ് നബി അലൈഹി സ്വലാം തൻ്റെ മോന് ഷീസ് നബി അലൈഹി സ്വലാം വസീയത്ത് കൊടുത്തിട്ട് ജാവും പോലും ആക്കേണ്ട ഇബാദത്തുകളെല്ലാം പടിപ്പാട്ടി കൊടുത്ത് ആദം നബി അലൈഹി സ്വലാം പിന്നത്തെ നേതൃത്വത്വം ഷീസ് നബി അലൈഹി സ്വലാമുക്ക് കൊടുത്തു പോയതായിട്ട്. അപ്പൊ ഷീസ് നബി അലൈഹി സ്വലാം ആദം നബി അലൈഹി സ്വലാമുടെ വഫാത്തിൽ പിന്നെ തൻ്റെ ആദം നബി അലൈഹി സ്വലാമുടെ മക്കൾക്കും ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്തത് ഷീസ് നബി അലൈഹി സ്വലാം ആയിട്ടിരിക്കുന്നത്. ഷീസ് നബി അലൈഹി സ്വലാമുടെ അള്ളാഹു നബിയാക്കി 57, അതായത് ഇനിയിപ്പോൾ ഞങ്ങൾ ഖുർആൻ 4 കിതാബായിട്ട് അള്ളാഹു താല കൊടുത്തത്. ഒന്ന് ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ. 4 നബിമാർക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല 4 കിതാബ് കൊടുത്ത. അതുപോലെ അള്ളാഹു ഈ കിതാബ് പോലെ തന്നെ അള്ളാഹു ഇറക്കി ഒന്നായിട്ട് സഹീഫത്തും ചൊല്ലുന്നു. അതിലും ചില അങ്ങനെ ജീവിത മാർഗങ്ങളെല്ലാം പഠിപ്പാറ്റ് രീതികളെല്ലാം അതിലുണ്ട്. ഖുർആൻ പോലെ തന്നെ അതിലും നിയമങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ 50 സഹീഫത്തായിട്ട് മഹാനായ ഷീസ് നബി അലൈഹി സ്വലാം അള്ളാഹു താല കൊടുത്തത്. മഹാനായ ഷീസ് നബി അലൈഹി സ്വലാം 912 വർഷം ജീവിച്ച് ഷീസ് നബി അലൈഹി സ്വലാം വഫാത്താവും. അപ്പൊ ഷീസ് നബി അലൈഹി സ്വലാമിന്റെ പേര് ഖുർആനിൽ ചൊന്നിട്ടില്ല. ഖുർആനിൽ 25 നബിമാരെ പേര് ചൊന്നത്. 25 നബിമാർ മാത്രമല്ലല്ലോ, 1,24,000 നബിമാരല്ല, 2,24,000 നബിമാരുള്ളതല്ലേ ചരിത്രം. അപ്പൊ ഷീസ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്ര ഖുർആനിൽ അവിടെ എന്താക്കിയിട്ടില്ല, ചൊന്നിട്ടില്ല. അപ്പൊ ഈ ആദം നബി അലൈഹി സ്വലാമിന്റെ വഫാത്തിൽ പിന്നെ അവിടെ നേതൃത്വം കൊടുത്തത് മഹാനായ ഷീസ് നബി അലൈഹി സ്വലാമായിട്ട്. ഷീസ് നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു 50 സഹീഫത്തായിട്ട് അള്ളാഹു താല കൊടുത്തത്. അതിലായിട്ട് ഇബാദത്തുകളൊക്കെ അതെ ആദം നബി അലൈഹി സ്വലാം വഫാത്താകുമ്പോൾ തന്നെ ഷീസ് നബി അലൈഹി സ്വലാമുക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ റൂഢികളെല്ലാം പടിപ്പാട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നേതൃത്വം കൊടുത്തത് മഹാനായ ഷീസ് നബി അലൈഹി സ്വലാം. പിന്നെ ഷീസ് നബി അലൈഹി സ്വലാമിന്റെ വഫാത്തിൽ പിന്നെ ആയിട്ട് മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാം പണ്ട്. ഇൻഷാ അല്ലാഹ് അത് എന്നത്തെ നമുക്ക് ക്ലാസ്സിൽ ചൊല്ലാം. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിന്റെ അള്ളാഹു തആല സൃഷ്ടിച്ച ആ ആദം നബി അലൈഹി സ്വലാമിന്റെ വഫാത്താവുമ്പോൾ 1000 വർഷത്തോളം ജീവിച്ച ആദം നബി അലൈഹി സ്വലാം വഫാത്താവുമ്പോൾ 4 ലാഖ് ചില്ലാറും ആളുമാറുണ്ട്. ആദം നബി അലൈഹി സ്വലാം വഫാത്തായപ്പോ ആ നേതൃത്വ സ്ഥാനം മഹാനായ ഷീസ് നബി അലൈഹി സ്വലാമിനോട് കൂടെ അള്ളാഹു കൊടുത്തു. അപ്പൊ ഷീസ് നബി അലൈഹി സ്വലാം 50 സഹീഫത്ത് കൊടുത്താൻ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കറുണ്ട്. ഈ അള്ളാഹുടെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും പഠിച്ച ഈ ആൾമാർ മാത്രമേ ഉള്ളൂ, വേറെ ആൾമാർ ഇല്ല. എല്ലാം ഇലാഹി അള്ളാഹുടെ കൊണ്ട് വിശ്വസിച്ച ആദം നബി അലൈഹി സ്വലാമിൽ നിന്നും ദീന് പഠിച്ച ഷീസ് നബി അലൈഹി സ്വലാമിന്റെ നേതൃത്വം കിട്ടിയ ആൾമാരായിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ആദം നബി അലൈഹി സ്വലാമിന്റെ അള്ളാഹു സ്വർഗത്തിൽ നിന്നും ഭൂമികരിച്ച് ആ സ്വർഗത്തെ ഓഹരി ഇനി നിനക്ക് നിന്റെ റസൂലിനെ അനുസരിച്ചിട്ട് നാ ചൊന്നതുപോലെ ജീവിക്കണമെങ്കിൽ അപ്പൊ ആ ഒരു ജീവനം നമുക്ക് കിട്ടണം. അള്ളാഹു സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തത് ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ചൊല്ലാം ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.